മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന് തന്റെ സിനിമകളുടെ മുഴുവൻ സമാഹാരവും ഷാരൂഖ് ഖാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തു. ആരാണത്? ജെയിംസ് കാമറൂൺ, മനോജ് നൈറ്റ് ശ്യാമളൻ, എലിസബത്ത് രാജ്ഞി, പൗലോ കൊയ്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. മൈ നെയിം ഈസ് ഖാൻ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്നാണ് എന്റെ അറിവ്, എന്റെ ഓർമ്മ. എഴുത്തുകാരനാണ്, തീർച്ചയായിട്ടും എഴുത്തുകാരനാണ്. നിങ്ങളൊരു കാര്യം തീവ്രമായി ആലോചിച്ചാൽ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം ഡി, പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ തന്നെ ആയിരിക്കുമോ? അത് പറഞ്ഞത് പൗലോ കൊയ്ലോ ആണ് ചേട്ടൻ പറഞ്ഞത്. അതറിയായിരുന്നു അല്ലേ? അതറിയായിരുന്നു. ഞാൻ ഒരേ ഒരു ബുക്കേ വായിച്ചിട്ടുള്ളൂ, അത് ഇതേ ഉള്ളൂ. അതെന്താ, പുസ്തകം വായിച്ചാൽ വിവരദോഷം ഉണ്ടാവും വിചാരിച്ചിട്ടാണോ? അതല്ല, ക്ഷമയില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം. പുസ്തകം എടുത്ത് ആദ്യത്തെ പേജ് അവസാനത്തെ പേജ്. ആദ്യത്തെ പേജ് വായിച്ചു, മറിച്ചു. രണ്ടാമത്തെ പേജ് കഴിയുമ്പോ ആദ്യത്തെ പേജ് മറന്നു. വായിച്ചു എസെൻസ് ഉണ്ടാവും. അല്ല, നമുക്ക് അതിലെ ചിലരൊക്കെ പറയില്ലേ, ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ വാക്യമൊക്കെ എനിക്ക് പറയാന്ന് പറഞ്ഞാൽ അതിലേക്ക് കോട്ട് ചെയ്യാറില്ല. ഈ തലയും വെച്ചിട്ടാണോ സിനിമ അഭിനയിക്കുന്നത്? എനിക്ക് ചേട്ടാ ഇത് പറയല്ലേ, ഇത് പുറത്തൊക്കെ പറയല്ലേ, കുറച്ചാളും കൂടെ ഉന്തിത്തള്ളി പോണം. അതെ അതെ അതെ. അപ്പൊ സീൻ മറന്നു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്. അത് ഞാൻ തലേദിവസം തൊട്ട് പഠിക്കാൻ തുടങ്ങും. എഴുതി പഠിച്ച സിനിമകൾ വരെ ഉണ്ട്. അതുകൊണ്ടോ? ഓ, ഇതൊരു സംഭവമാണ് കേട്ടോ. അജു വർഗീസ് ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞാല് സീൻ തന്നിട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ MT ആണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ എന്നെ പറഞ്ഞ് നിങ്ങളുടെ ജോലി അജു വർഗീസ് തമാശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സംഭവം നടക്കത്തില്ല അല്ലേ? ഒരു രക്ഷയില്ല. അങ്ങനെ ആരും എഴുതത്തൂല്ലേ, അവർക്ക് കാര്യം അറിയാം. അപ്പൊ പൗലോ കൊയ്ലോ, ഈ പൗലോ കൊയ്ലോ മലയാള സിനിമയിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സിനിമയിൽ ഞാൻ ആ ഭാഗമായ സിനിമയാണ്. അജുവിന്റെ ഭാഗമായിരുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റേ ഡയലോഗ് അടിക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോ ഉത്തരം ശരിയാണ്. അപ്പോ മൈ നെയിം ഈസ് ഖാൻ റിലീസ് ആയത് 2010. 2015 അങ്ങനെ ട്വീറ്റ് വന്നു. അദ്ദേഹം എല്ലാ സിനിമകളും അദ്ദേഹം അയച്ചു കൊടുത്തു. വലിയൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും അജു കേരളത്തിന് പുറത്തുള്ള താരങ്ങളെ, ഇപ്പൊ ഷാരൂഖ് ഖാൻ പോലുള്ള താരങ്ങളെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാനെ ഈ ഒരു ദൂരം ആ ക്യാമറയും ഞാനും തമ്മിലുള്ള അത്രേ ഉള്ളൂ. ദുബായില് അദ്ദേഹം നിവിന് ഒരു പുരസ്കാരം സമ്മാനിക്കാൻ അദ്ദേഹം നിവിൻ പോളിക്കോ. അപ്പൊ ഞങ്ങൾ ജേക്കബിന്റെ സ്വർഗരാജ്യം ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷന് ഞാനും കൂടെ വലിഞ്ഞു കയറിപ്പോയി. കാണുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ഈ ദൂരത്തുനിന്ന് കണ്ടു. സംസാരിക്കാൻ ശ്രമിച്ചില്ല? ഇല്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കത്തില്ല. അങ്ങനെ നമുക്കറിയാലോ, ഇപ്പൊ വന്നിട്ട് ഒരു ഹായ് ഹലോ ഷേക്കാൻ തന്നിട്ട് ഒന്നുകൂടെ സംഭവിക്കുന്നില്ല. അദ്ദേഹം ഓർമ്മിക്കില്ല. നമുക്ക് ദൂരെ നിന്ന് അത് ഒന്ന് കാണാൻ നല്ലത്. മാത്രമല്ല ദൂരെ നിന്ന് കാണുമ്പോൾ കൂടുതൽ സൗന്ദര്യം കാണുകയും ചെയ്യും. ഇനി നമ്മളെ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകുന്നു. അജു, ലെവൽ 3. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അജു, നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ നന്ദനകൃഷ്ണയും ഫാമിലിയും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും തന്നെ ഇരിക്കുകയാണ്. കാരണം അവർ നമ്മുടെ കൂടെ തന്നെ മത്സരത്തിലുണ്ട്. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 5 പൂജ്യമുള്ള ഒരു സംഖ്യ. 1 ലക്ഷം, 1 lakh. കോഴിക്കോട് സാമൂതിരിയുടെ ഏത് സേനാ വിഭാഗത്തിന്റെ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്ക? അല്ലെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്ക? ഓപ്ഷൻ എ നാവികസേന, ഓപ്ഷൻ ബി അഗ്നിശമന സേന, ഓപ്ഷൻ സി വ്യോമസേന, ഓപ്ഷൻ ഡി ദ്രുതകർമ്മസേന, ഓപ്ഷൻ ഇ രഹസ്യാന്വേഷണ സേന. എനിക്കൊന്ന് മരക്കാർ സിനിമ ഒക്കെ കിടക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അറബിക് കടലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ടും അഗ്നിശമന സേനയായിരിക്കും നാവികസേനയായിരിക്കും? എനിക്ക് തോന്നുന്നു നാവികമാണെന്ന്. ഫയർഫോഴ്സ് ആയല്ലോ. കടലിൽ നിന്ന് വെള്ളമെടുക്കാം. അന്ന് ഈ നമുക്ക് വരുന്ന ശത്രുക്കൾ ഫുൾ കരമാർഗമല്ലേ, കടൽ മാർഗമല്ലേ? കടല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവിടുത്തെ നാവികസേനയുടെ തലവനായാലല്ലേ കാര്യമുള്ളൂ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു എന്നാണ് പ്രശ്നം. അജുന് ഈ കുഞ്ഞാലി മരക്കാർ പോലെ ഒരു ക്യാരക്ടർ ആരെങ്കിലും തന്ന അവരുടെ വിരക്കെട്ടാണെന്ന് വെച്ചു തന്നാലേ എന്നാ പിന്നെ ഞാൻ ചെയ്യില്ല. ഉറപ്പാണോ? ഇല്ല. അപ്പൊ ഏത് വേഷമാണ്? ഒരു 10 വേഷം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വേഷങ്ങൾ ഒന്ന് പഠിച്ച് കണ്ടിട്ട് വരിക. പഠിച്ചു, അതിന്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. അവിടുന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് ചെറിയ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഇപ്പൊ ഞാൻ ചില സിനിമകളിൽ ഞാൻ നേരത്തെ ചേട്ടാ
നായകന്റെ കൂട്ടുകാരൻ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ ഒരു സപ്പോസ് അതിലൊരു കഥാപാത്രം ഉണ്ട്, 5 സീനേ ഉള്ളൂ. പക്ഷെ അതാണ് ഇപ്പൊ എനിക്ക് വ്യത്യാസമുള്ള ഒരു സാധനമാണെങ്കിൽ ഞാൻ അതേ എടുക്കും. എന്റെ ത്രൂ ഔട്ട് 35 ദിവസമുള്ള റോള് ഞാൻ ഇപ്പൊ എടുക്കാറില്ല. ഇപ്പഴത്തെ ഒരു ക്യാരക്ടർ റോൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ദിവസങ്ങളുടെ എണ്ണമല്ല, സീൻസിന്റെ ഗുണമാണ്. മറ്റേത് കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും മാറി ചെയ്യാൻ പഠിക്കാൻ ഫുൾ പടം ചെയ്യുന്നേക്കാൾ നല്ല ഒരു 5 സീൻ അതാകുമ്പോൾ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. റിസ്ക് ഇല്ല, റിസ്ക് അവർക്കുണ്ടാക്കാൻ അവർക്കുണ്ട്, അവരുടെ റിസ്ക് കുറയ്ക്കാം. അപ്പൊ റിസ്ക് എലമെന്റ് കുറയ്ക്കുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പൊ കുഞ്ഞാലി മരക്കാർ വന്ന ഒരു കാരണവശാലും ചെയ്യത്തില്ല. കുഞ്ഞാലി മരക്കാർ വന്ന ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടിയിലിരിക്കാൻ പടും. പക്ഷെ എനിക്ക് അല്ല ചിലപ്പോ എന്താ പറയാ, കുഞ്ഞാലി മരക്കാർ അങ്ങനെ ഇറക്കിയാലേ തിരുവല്ല കുഞ്ഞാലി മരക്കാർ അല്ലേ മിക്കവാറും അതിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഏതിലാ നമ്മള് പൂട്ടാൻ പോകുന്നത്? നാവികസേനയാണ്. അപ്പൊ മരക്കാർ എന്നുള്ള സിനിമ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. അഫ്കോഴ്സ് അല്ലേ, ഞാൻ അപ്പ കിട്ടുന്ന വെച്ചിട്ടല്ല, അത് ഭയങ്കര ബുദ്ധി വെച്ചൊന്നും ഞാൻ ചെയ്യാനൊന്നുമില്ല. ഇത്രയും ബുദ്ധി കൊണ്ട് ജീവിച്ചു പോകാൻ തെളിഞ്ഞു അല്ലേ? ഇതിലും ഇല്ലാത്തവരോട് എന്നെക്കാളും നന്നായി ജീവിക്കണു, ഇതിന് നല്ല രീതിയിൽ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്.